ഇത് ഞങ്ങൾ മോണ്ടനോക്കിൽ വന്നിട്ടുള്ള മൂന്നാമത്തെ ഡേ ആണ്. ആദ്യം തന്നെ ഞാൻ പെട്രോൾ പമ്പിൽ പോയി ഫുൾ ടാങ്ക് ഫ്യൂൽ അടിച്ചു. 55 യൂറോ ആണ് ആയിട്ടുള്ളത് ഫുൾ ടാങ്ക് ഫ്യൂൽ അടിക്കാൻ. എന്നിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ടിവാറ്റക്കാണ്. ടിവാറ്റ് കുറച്ച് നേരം ഇങ്ങനെ നടന്ന് കണ്ടു. അടിപൊളി ഏരിയ ആണ്, പക്ഷേ ഇവിടെ കുറച്ചും പാടെ പോഷായിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇവിടെ. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വേറെ എങ്ങോട്ടും പോരാച്ചോണ്ട് പോയി. നമ്മൾ 12 മണിക്കാണ് നമ്മളെ ബോട്ട് ട്രിപ്പ്. നമുക്ക് ടൈമുണ്ട്, ഇഷ്ടം പോലെ ടൈമുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ആകാരം കൂടെ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഡ്രിങ്കൊക്കെ വാങ്ങി അവിടെ ഒക്കെ ഒന്ന് പതുക്കെ നടന്ന് എന്തെങ്കിലും മോളൊക്കെ ഒന്ന് കണ്ടിട്ട് നടന്ന് അപ്പോൾ അതൊക്കെ ഒരു 11:45 ആകുമ്പോഴത്തേനും മറ്റൊരിടത്തെത്തണം എന്നാണ് പ്ലാന്. നമ്മളെ ബോട്ട് 12 മണിക്കാണ്. അപ്പോൾ നമുക്കൊരു അരമണിക്കൂർ ടൈമുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ വെള്ളം കുടിക്കാൻ വെച്ചിട്ട് വന്നതാണ്. ഞാനൊരു ലെമനേഡ് പറഞ്ഞു നിൽക്കുകയാണ്, എനിക്കൊന്നും വേണ്ടായിരുന്നു. അതുപോലെ ഞാനിപ്പോൾ ഇതുവരെ കണ്ടലുണ്ട് വൺ ഓഫ് ദി ബെസ്റ്റ് വ്യൂ ആണ് വിഷയം. 12 മണി കറക്റ്റായിട്ട് നമ്മളെ ബോട്ട് വന്നു. ഞങ്ങൾ ബോട്ടിൽ സ്റ്റാർട്ട് ചെയ്തപ്പം ഞങ്ങൾ രണ്ടാളും പിന്നെ ഒരു ലേഡിയും പാടെ ബോട്ടിലുള്ളായിരുന്നു. നമ്മളെ ബോട്ടിലാകെ 3 ആൾക്കാരുള്ളേനി. നമ്മൾ രണ്ടാളും പിന്നെ വേറൊരു പെണ്ണും. അപ്പോൾ ഇവർക്ക് പ്രോഫിറ്റബിൾ എല്ലാം തോന്നുന്നത്. അതുകൊണ്ടാണ് അവർ വേറെ കുറച്ച് ആൾക്കാരും പാടെ വേറെ ബോട്ടിൽ നിങ്ങൾ കയറ്റി. അവർക്ക് ഇനി ആൾക്കാരെ വേണമെന്നാണ് പറഞ്ഞത്. കണ്ടിട്ട് ഇനിയൊരു 4-5 ആൾക്കാരെ കയറ്റണമായിരിക്കാം. Did we go there? No. Where are we going first? Paras. Paras, yeah. എല്ലാവരും ഇറങ്ങാണ്. അപ്പം അണി ഇറങ്ങുന്നുണ്ട്. ഷീ said she is not coming first, but now everyone is going and she is coming. 20 minutes. Yeah. Check the time, money. What's the time? Yeah, we got 20 minutes. Think you get an ice cream? കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരണം ഇന്ന് ഈവനിങ് എന്ന് വിചാരിച്ചു. ഇനി റൈഡ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരണ്ട എന്നുള്ള കോലത്തിലാണ്. കാരണം ഓൾറെഡി നമ്മളിവിടെ വന്നു. തന്നെയാണ് ഇവിടെ കാണാണ്ട് ആൾക്കാർ നമ്മൾ ഇവിടുന്ന് ഐസ്ക്രീം ഒന്നും വാങ്ങുന്നില്ല. Not from Natalie, because it stinks like poo. എല്ലാവർക്കും വേണ്ടത് ക്യാഷാണ്. എല്ലാവർക്കും വേണ്ടത് ക്യാഷാണ്. നമ്മളെല്ലാണെങ്കിൽ കാർഡ് മാത്രമേ ഉള്ളൂ. ക്യാഷ് കുറച്ചുണ്ട്, അതുകൊണ്ട് കൊടുക്കാണ്ടതാണ്. ഇപ്പം നമ്മൾ ATM നോക്കാം. Can you have 1 scoop of pistachio and 1 of white chocolate, please? Can I try white chocolate quickly as well? All right, sure. I will put it. And here it is. Thank you. Thank you. Wanna take a shot? I'm very happy. I got pistachio and caramel, which he suggested were the 2 best selling flavors to go together. ഇവിടുന്ന് ഇവിടേക്ക് പോകണമെങ്കിൽ പോവാം. പക്ഷേ അതിന് എക്സ്ട്രാ ബോർഡ് 5 പോകേണ്ട സംഗതിയായിട്ടേ ഉള്ളൂ. പക്ഷേ നമുക്കതിന് ടൈമില്ല. നമുക്കാകെ 20 മിനിറ്റേ ഉള്ളൂ. ഓൾറെഡി 10 മിനിറ്റായി. ഒരു ഐസ്ക്രീം വാങ്ങി നിർത്തരും. ഇനി തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. I don't want to go there because there's nothing much there. It's more like this is separate corridor for connection with second and third tunnels. Everything underground. Second tunnel for 500 meters, third tunnel for 1 kilometer. This is corridor for army. ആർമിക്ക് ഉണ്ടായിരുന്ന കോറിഡോറാണ്. 3 ടണലുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ആർമിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവർ ഇതൊരു മ്യൂസിയമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉള്ളൊക്കെ അടിപൊളിയാണ്. This is not ordinary rocks. This is styrofoam. Styrofoam. Good idea.
അവിടുന്ന് ഇങ്ങനെ നേരെ പോയാൽ ഇറ്റലിയാണ്, നേരിട്ട് ഇങ്ങോട്ട് റൈറ്റിക്ക് പോയാൽ ക്രൊയേഷ്യയാണ്. ഇങ്ങനെ കാണാം നമുക്ക് കുറച്ചൊക്കെ ആയിട്ട്. ഈ നടുക്ക് കാണുന്നത് പണ്ടത്തെ ഒരു പ്രിസൺ ആയിരുന്നു, ഇപ്പോൾ അവരൊരു ഹോട്ടലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ബ്ലൂ കേവ്, ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പോകാൻ I'm a bit scared. നമ്മൾ പതുക്കെ നല്ല വെളിച്ചത്തു നിന്ന് നമ്മൾ നേരെ കേവിൻ്റെ ഉള്ളിലേക്ക് വരുമ്പം നല്ലൊരു വ്യൂ ആയിട്ടാണ് വരിക. ഈ ഭയങ്കര ക്ലിയറാണ് വെള്ളം, ബ്ലൂ കളറിൽ കാണാം. ഇതിൽ നിന്നുണ്ട് റിഫ്ലക്ഷനായിട്ട് കേവ് ടോട്ടലായിട്ട് ഒരു ബ്ലൂ കളറിലും പാടെ വരുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണുന്നത്. നല്ല തെളിഞ്ഞ വെള്ളമാണ് അവിടെ ഉള്ളത്. അപ്പം ഞങ്ങളോട് ഇങ്ങനെ ബോട്ട് സ്ലോ ആക്കിയിട്ട് ആൾ പറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാടാൻ പറ്റുമെന്ന് പറഞ്ഞു. എല്ലാവരും ആദ്യം നിന്ന് ഇങ്ങനെ മടിച്ച് നിന്ന്, പക്ഷെ ഞങ്ങളപ്പോൾ ഒരു ചൈനക്കാരുണ്ടായിരുന്നു, ഇത്ര കുറച്ച് കഴിഞ്ഞപ്പോൾ ചാടി. I will wait here. You did right. Yeah. വളത്തിലിറങ്ങി നമ്മളെക്കാട്ടിൽ പറ്റി ഇവിടെ ഞങ്ങളെ വള്ളത്തിൽ ചാടലും നീന്തലും അങ്ങനെ കുറച്ചായിട്ട് ബോട്ട് ടൈം 3 മണിക്കൂറിൽ ഏറെ എടുത്തെന്ന് തോന്നുന്നു. നമ്മളെ ഡ്രൈവർ ഭയങ്കര ഫാസ്റ്റിൽ ഓട്ടൽ തുടങ്ങി. നോവി എന്ന് പറഞ്ഞ ഹോട്ടലാണ്, ഇവിടുത്തെ ആകെ 7 സ്റ്റാർ ഹോട്ടൽ ഇതാണ്. ഇതിൻ്റെ കടലിൻ്റെ ഇവിടുത്തെ ഏക 7 സ്റ്റാർ, ഈ കണ്ടിട്ട് ഏക 7 സ്റ്റാർ ഹോട്ടലാണ്. മോണ്ടിനീഗ്രോത്തെ ഏക 7 സ്റ്റാർ ഹോട്ടലാണിത് എന്നാണ് ആൾ പറഞ്ഞത്. 15,000 യൂറോ പെർ നൈറ്റ് വരുന്നുണ്ട്. സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് ബീച്ചുകളൊക്കെ ഉണ്ട് എല്ലാ വീടുകൾക്കും. So we just got off the boat, but they were supposed to drop us like all the way over there. So we got to walk around the bay, but I'm cold and I'm a bit tired. ഇതൊക്കെ പിടിച്ചിങ്ങനെ നടക്കണം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ അത്യാവശ്യം നനഞ്ഞും ചെയ്തിരിക്കണേ, അപ്പോൾ തുടങ്ങിക്കോളും. നമ്മളിപ്പം ഒരു 10-15 മിനിറ്റ് വേണം നടക്കാണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ഫുഡും വാങ്ങിയിട്ട് ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. ബോട്ട് മനസ്സിലായി. നമ്മളൊരു ഷവർമ വാങ്ങി. Yeah, I'm very excited to try it.